ഹലോ ആ അറേ കൊണ്ടുപോകണമെങ്കിൽ തന്നെ വന്നേ കൊണ്ടുപോകണേ തക്കളേ തക്കളിയേ ആ ബാ എന്താടി അമ്മയുടെ അമ്മ അവിടെ ഉണ്ട് ആ അതെ നടരായനെ പട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്ക അത് നടരായമാവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവരുന്ന ഈ പട്ടി ഇങ്ങനെ എടുത്തോണ്ട് അതുണ്ട് അതിന് ഇഞ്ചക്ഷൻ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നടരായമാവൻ്റെ ഭാര്യയ്ക്ക് പട്ടിയൊക്കെ നോക്കണം സംരക്ഷിക്കണ ഒരാൾ അവർക്ക് ഒരുപാട് പട്ടിയൊക്കെ ഉണ്ടായി ഇതിനെ കൊണ്ടുപോയി അതിന് അസുഖം വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കണം നോക്കിയിട്ടേ നമുക്ക് തിരിച്ചിഞ്ഞ് കൊണ്ടുവരാൻ പറ്റൂ അത് ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും നീ എടുത്തുകൊണ്ട് കൊടുക്കും നടരായമാവന് കൊടുക്കും പറയണ കേക്ക് എടുത്തല്ലോ നന്നായി എന്റെ പൊന്നു ക്ലീറ്റോ നമുക്കിവിടെ വീട്ടിൽ വളർത്തുണ്ടോ പട്ടീനെ ഭാര്യയ്ക്ക് പട്ടി ഉണ്ട് അല്ലേ ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി അപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം ചത്തുപോയി അപ്പൊ അങ്ങനെ ആ ഓ കണ്ട ഓ അതിനെ എടുത്തോണ്ട് പറഞ്ഞു ചേർത്ത് വെച്ച് മാമന് കൊടുക്ക് മാമന്റെ കൊടുക്ക് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിനെ ഒന്ന് സംരക്ഷിച്ച് എല്ലാം നോക്കിയിട്ട് പട്ടിയുടെ പേരെന്താണ് പേര് എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞങ്ങളൊന്നും വിട്ടിട്ടില്ല മാമ ഒരുപാട് പട്ടി എടുത്തിട്ടുണ്ട് പട്ടിക്ക് ഞാൻ പേരിട്ടല്ല നീ പേര് നാളുമൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആലോചിച്ചിട്ടാ മതി ഇപ്പൊ ഇവിടെ ഇനി കൊണ്ടുപോകാൻ നോക്കും പോ നിന്റെ പേരും ഭാര്യയുടെ പേരുമായിട്ട് ചേർന്ന് തരുന്ന ഒരു പേരും കിട്ടുള്ളൂ കൊണ്ടുപോട്ടെ പോയോ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പതുക്കെ കൊണ്ടുവന്നാ മതി കേട്ടാ നടരായമാമന്റെ വീട്ടില് എടീ അതിന് ഈ പൂട പൊഴിയണുണ്ട് അത് ഭയങ്കര കുഴപ്പമാണ് അപ്പൊ അത് മാമന് അവിടെ ആന്റിക്ക് സത്യം പറയത് ഡാഡി വിറ്റയില്ല നടരാജ മാമന് വിറ്റാ പൈസക്ക് വാങ്ങിച്ചേ തക്കളിപ്പോ ആവശ്യമില്ലാതെ അതൊന്നും എന്തിനാ പട്ടിക്ക് എന്തിന് പൈസ ഇതിന് ആര് പൈസ എന്റെ മോളെ ഇല്ല നീ പോയി കൈയൊക്കെ കഴിച്ചിട്ട് പേര് അവരുടെ വീട്ടിൽ അവരൊരു പേരിട്ട് വിളിക്കണ്ടേ എടി അവരുടെ വീട്ടിൽ 2 ദിവസം നിൽക്കുമ്പോ അവർക്ക് വിളിക്കണമെങ്കിൽ ഒരു പേര് വേണ്ടേ പട്ടി എന്ന് വിളിക്കാം എടി അത് ആശുപത്രി പോലെ തക്കളി പോയി മേലെ കഴുപ്പോ മേലെ കഴുപ്പോ അമ്മ വേറെ പട്ടി എന്റെ ദേഹത്തൊന്നും തൊഴിൽ പോയി കുളിക്കോ പോയി കുളിച്ചിട്ടോ എന്ത് തക്കളി വിറ്റല്ലെന്ന് അത് അവരുടെ വീട്ടിൽ ഉണ്ട് നമുക്ക് ഇടയ്ക്ക് പോയി കാണാം അവരെ എന്ന് വെച്ചാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെ എന്താ പട്ടിയല്ലേ കൊച്ചിന്റെ കാര്യം അത് വന്നപ്പോഴേ അതിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതിയായിരുന്നു പൈസക്കാണോ കൊടുത്തത് പൈസക്ക് ആ പട്ടീനെ ഇതിനാര് പൈസ കൊടുത്ത് വാങ്ങും അത് എണീറ്റിരിക്കാൻ പ്രാണിയില്ലാത്ത ഒരു മുതല് അല്ലെങ്കിൽ കൊള്ളാം പറഞ്ഞതാ ഓ അങ്ങനെ വലിയൊരു മാരണം ഒഴിഞ്ഞു കിട്ടി ഡാഡിയെ വേറെ നല്ല പട്ടിയെ മേടിച്ചു ഈ പൂടെയൊന്നും ഇല്ലാത്ത പട്ടിയെ ഡാഡി മേടിച്ചു തരാം കേട്ടോ ഇവിടെ കംപ്ലീറ്റ് എൻ്റെ രോമ നീ ഒന്ന് തൂത്തൊക്കെ വൃത്തിയാക്കുക കേട്ടോ തങ്ക തക്കടൂ ഹലോ ചേട്ടാ പറഞ്ഞോ വീട്ടിലുണ്ട് ക്ലീറ്റോയും ഉണ്ട് ഓ കൊടുക്കണോ അയ്യോ എന്തിന് ഞങ്ങൾ അറിഞ്ഞില്ല അമ്മടിക്കൂട്ടൻ ചേട്ടാ എന്തോ അവന് ഇത്രയ്ക്ക് നിന്നെ വിളിച്ച് പറയാൻ എന്റെ നമ്പർ അറിയാലോ അവൻ എന്നെ വിളിച്ചൂടെ അതെ ഓ നടരാജന് പട്ടീനെ കൊടുത്തപ്പോ നിങ്ങൾ പൈസ മേടിച്ചോ പട്ടിയാനും പൈസക്കാർ കൊടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തല്ലേ പൈസക്ക് കൊടുക്കുന്നത് ചുമ്മാ എന്തായാലും പറയല്ലേ ഇവിടെ നോക്ക് എന്താണ് മേടിച്ചില്ലേ ആര് പൈസ വാങ്ങിച്ചു ക്ലീറ്റോ പൈസ മേടിച്ചോന്ന് തങ്ക ഞാനത്
അവന് ഫ്രീ ആയിട്ട് കൊടുത്തു. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു പട്ടിയെ വേണം, അത് ഉള്ള പട്ടി ചത്തുപോയി എന്ന് പറഞ്ഞു ഫ്രീ ആയിട്ട് കൊടുത്തതല്ലേ. പിന്നെ അതിന് പൈസ മേടിക്കണത്തിന് പിന്നെ അവൻ്റെ നക്കപ്പിച്ച മേടിച്ചിട്ടല്ലേ എനിക്കൊരു കാര്യം കഴിയും. അതാ ഇപ്പൊ അമ്പിളിക്കുട്ടൻ വിളിച്ചു പറഞ്ഞേ. ഇവ ഈ കാര്യം ഒരു കാര്യത്തിനും സ്വസ്ഥത തരും. രമേന്ദ്രൻ ഈ കാര്യത്തിലൊക്കെ ഇടപെടണേ. നടരാജനെ പോലീസ് വിളിച്ചു വന്ന്. പോലീസോ? ആ പട്ടിയായിട്ട് പോയപ്പോഴേ ആ പട്ടി ഉടമസ്ഥനുള്ള പട്ടിയായിരുന്നു. അയാളുടെ പട്ടീനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായി. എന്നിട്ട് നടരാജൻ എന്ത് ചെയ്തു? നടരാജൻ എന്ത് ചെയ്ത് ഈ ഗേറ്റ് അങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ അയാളെ പോലീസ് പിടിച്ചു. പിന്നെ പോലീസ് പിടിച്ച ആദ്യത്തെ ഇടി തന്നെ നടരാജനുള്ള സത്യം പറഞ്ഞു 3000 രൂപ ക്ലീറ്റസിന് എണ്ണി കൊടുത്തിട്ട് മേടിച്ച പട്ടിയാന്ന്. ക്ലീറ്റോ മിണ്ടാപ്രാണികൾ പോലും നിങ്ങൾ വെറുതെ വിടൂല അല്ലേ? അവിടെ നിൽക്കേ ക്ലീറ്റോ. Alien versus Alien.